ഇവിടെ നല്ല ചൂടാ, കലാശക്കൊട്ടിന്റെ ചൂട് അങ്ങനെ പൊടി പൊടിക്കുന്ന. ഇന്നിപ്പോ തീ പാറും, കാരണം നമ്മുടെ പവലിയന് മുന്നിലൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഓരോ മത്സരാർത്ഥികൾ നമ്മുടെ പ്രധാന വേദിയിൽ ഇപ്പോൾ നാടോടി നൃത്തം പുരോഗമിക്കുന്നുണ്ട്. മോണോ ആക്ട് ഉണ്ട്, കോൽകളിയുണ്ട്, അങ്ങനെ കഥാപ്രസംഗമുണ്ട്, അങ്ങനെ ഒരുപാട് മത്സര ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ഈ ചൂട് ഒട്ടും കുറയാതെ ഒരു മിടുക്കി കുട്ടി വന്നിട്ടുണ്ട്. മോളുടെ പേരെന്താ? ഋതിക മോണോ ആക്ട് ആണല്ലേ മോളെ? അതെ അതെ, ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്. ഒരു നല്ലൊരു ഐറ്റാണ്. എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് മോള് ഇവിടെ പങ്കുവെച്ചത് അല്ലേ, മോണോ ആക്ട്. അപ്പൊ അതിലേക്ക് എന്താണെന്ന് പറഞ്ഞോളൂ. ഞാനിതിൽ ചെയ്ത കണ്ടന്റ് ഈ അടുത്തിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരലിന്റെ ഓപ്പറേഷനായി എത്തിയ കുട്ടിയെ നാവിന് ഓപ്പറേഷൻ ചെയ്ത ഒരു സംഭവവും, അതുപോലെ ആലുവയിൽ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്ന മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവവും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവമാണ് അല്ലേ? സാറേ, എന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ മോള് കിടന്നത്. ഞാൻ ഉറങ്ങായിരുന്നു സാറേ. അമ്മമാർ ഉറങ്ങാൻ പാടുണ്ടോ? ഞാൻ ആ ഒക്കത്തിനും കാരണോ ഞാൻ ഉറങ്ങിപ്പോയിണ്ടല്ലേ മോളാ. എല്ലാരും കൂടി ഞാൻ ഉറങ്ങാൻ പാടുണ്ടോ സാറേ? ഇല്ല സാറേ, ഒരിക്കലും ഞാൻ ഉറങ്ങൂല സാറേ. എന്റെ മോളെ ഞാൻ ഉറക്കൂല. വേദനിപ്പിച്ചു സത്യം പറഞ്ഞ. ഒരു നീറുന്ന വേദനയാണ് ഇത്തരം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ? ആരാണ് ഉത്തരവാദി എന്നുള്ളത്. നന്നായി മോളെ, കാരണം ഒരു കല എന്ന് ഉള്ളതും അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അല്ലേ? വളരെ ഗൗരവമേറിയ വിഷയം.